അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം, ക്ഷേത്രത്തിൽ എന്താ അതില്ലാത്തത്? ക്ഷേത്രമെന്ന് പറയുന്നത് നമുക്ക് വാതായനങ്ങളാണ്. അതുകൊണ്ടാണ് ഭഗവാനെ വാതാല ഈശ്വര എന്ന് വിളിച്ചത്, ഇല്ലേ? ശരീരത്തിൻ്റെ അധിപതി, ദ്വാരങ്ങൾ ഏതിലേക്കുള്ള? മോക്ഷത്തിലേക്ക്. ഭഗവാൻ ഇരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ദ്വാരക എന്ന് പറയും, ഇല്ലേ? ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 2 ഭാഗത്താണ് കകാരത്തിന് ചേർക്കുക പ്രാധാന്യത്തോടുകൂടി. അതിൽ ആദ്യത്തെ കകാരം കിടക്കുന്നത് കംസനിലാണ്, രണ്ടാമത്തെ കകാരം കിടക്കുന്നത് ദ്വാരകയിലാണ്, അല്ലേ? ആദ്യം കംസൻ. എന്താ കംസൻ? ആ കാ കൊണ്ട് എന്താ അർത്ഥാക്കുക? കാമനകള്, ആഗ്രഹങ്ങള്. ആ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റാതെ പോയി. അപ്പോൾ അതിൽ നിന്ന് അത് സാധൂകരിക്കാതെ വന്നു. ഗീതയിൽ പറയുന്നുണ്ട്, ത്രിവിധം നരകസേദ്യം ദ്വാരം നാശനാമാത്മന കാമക്രോധ തഥാലോപാത് സമാതേതം ത്രയന്തചേതെന്ന് പറയും. ശരീരത്തിനെയും ആത്മാവിനെയും നശിപ്പിക്കുന്നത് 3 കാര്യങ്ങളത്രേ. അതിലൊന്ന് കാമം, 2 ക്രോധം, 3 ലോഭം. കാമത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഇത് ക്രോധം. ഇതിൽ കാമമാണ്, കാമനകളാണ് ആര്? കംസൻ എന്ന് പറയുക. അപ്പൊ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ മൂർത്തിയായിരിക്കുന്ന കംസനിന്ന് വരുന്നതാണ് പൂതന, തൃണാവർത്തനൻ, ശകടാസുരൻ തുടങ്ങി ഈ ആളുകളൊക്കെ വരണത്. പൂതനയെ വിളിക്കുന്നത് തന്നെ എന്താ വിളിക്കുന്നത് തന്നെ? അവള് ബാലഘാതിനി എന്ന് അവളെ വിളിക്കുന്നില്ല, കുട്ടികളെ കൊല്ലുന്നവളെ എന്ന് വിളിക്കുന്നുണ്ട്. നിഷ്കളങ്കതയെ പോലും തിരിച്ചറിയാൻ പറ്റാത്തവളാണ് ആര്? പൂതന എന്ന് പറയുക. പൂതന വരുന്നതും പറയുന്നതും പൂതനയുടെ പ്രവൃത്തിയും ഒക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സൗമ്യതയിൽ നിന്ന് രൗദ്രതയിലേക്ക് വന്നവളാണ് ആര്? പൂതന, ഇല്ലേ? സൗമ്യതയിൽ നിന്ന് രൗദ്രതയിലേക്ക് വന്നു. അതേപോലെ തന്നെ നോക്കുക, അവളുടെയും ഉള്ളിലെ ചിന്ത മറ്റൊന്നായിരുന്നു. കംസന് ചെയ്യാൻ പറ്റാത്തത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുക? അതുകൊണ്ടാണ് പറഞ്ഞത് കാമത്തിന്റെ ബൈ പ്രോഡക്റ്റുകളാണ് ഇത് ക്രോധത്തിന്റെ പല വിഭാഗങ്ങൾ. ഇനി തൃണാവർത്തനനെ നോക്കിക്കുക. തൃണാവർത്തനൻ എങ്ങനെ നിൽക്കുക? കാറ്റിന്റെ രൂപത്തിൽ വന്നില്ലേ ചുഴി? കാറ്റെങ്ങനെ വരിക? ചുഴി രൂപത്തിലല്ലേ വരിക. അപ്പൊ ചുഴിയായിട്ട് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? താഴെ കിടക്കുന്ന ധൂളി പടലങ്ങൾ ഓരോന്നും ഉയർന്ന് പൊങ്ങാൻ തുടങ്ങും. അപ്പുറത്തുള്ള സത്യവസ്തുവിനെ മറച്ചു കളയും ഒരു മൂട് പടം കൊണ്ട്. അങ്ങനെയും നോക്കി ഭഗവാനെ വകവരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ തരത്തിൽ. അതിനുശേഷം വണ്ടിയുടെ രൂപത്തിൽ വന്ന് കിടക്കണു. തിരുവടിയുടെ തൃപ്പാദം തൊട്ടതോടുകൂടി വണ്ടി തവിട് പൊടിയായി, ഇല്ലേ? ചകടാസുരൻ എന്ന് പറയും. ശേഷം നമ്മൾ കാണുന്നുണ്ട് അഘാസുരൻ എന്ന് പറയുന്ന വലിയൊരു പെരുമ്പാമ്പ് വരുന്നുണ്ട് കൃഷ്ണനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട്. ഭഗവാൻ എന്ത് ചെയ്തു? ഇവന്റെ വായുടെ ഉള്ളിൽ കയറി ഇവന്റെ നാസാദ്വാരത്തെ അടച്ചു പിടിച്ചു. പക്ഷെ അവന് കിട്ടിയ മോക്ഷം വലിയൊരു മോക്ഷമാണ് കിട്ടിയത്. എന്താണെന്നറിയാവോ? അവന്റെ മോക്ഷം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ മരണപ്പെടുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്, ഇല്ലേ? പൂതനയ്ക്കും ഓരോരുത്തർക്കും വിശേഷാനുഗ്രഹമാണ് ഭഗവാൻ കൊടുത്തത്. പക്ഷേ അഘാസുരന് കൊടുത്തത് ശകലം കൂടെ ഒരു വ്യത്യസ്ത മോക്ഷാനുഗ്രഹമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന സങ്കല്പങ്ങള്, ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങള്, കൃഷ്ണനിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കുക സജ്ജനങ്ങളെ. നമ്മളിങ്ങനെ കൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമൊക്കെ നമ്മുടെ പൂജാമുറിയിൽ വെച്ചു. നമ്മൾ നിഷ്ഠയും അനുഷ്ഠാനവും ഒന്നും തെറ്റിക്കാതെ, കടുകിന് പോലും തെറ്റിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും ദോഷമാണെങ്കിൽ ആ ചെയ്യുന്ന കർമ്മം കൊണ്ട് എന്തേലും ഗുണമുണ്ടോ? ഇല്ല.